ഇന്ന് നമ്മൾ റീക്രിയേഷൻ ചെയ്യാൻ പോകുന്നത് ഫുട്ബോൾ പ്രേമികളെ എല്ലാവരും ആവേശപ്പെടുത്തിയായിരുന്നു ബ്രസീലും പോർച്ചുഗലും ഏറ്റുമുട്ടിയ ഒരു മത്സരമാണ്. അതെ, തീർത്തും ഫുട്ബോൾ പ്രേമികളെ ആവേശപ്പെടുത്തിയ ഒരു മത്സരം തന്നെയായിരുന്നു അത്. ഒരു ഭാഗത്ത് ബ്രസീലിൽ അവരുടെ എല്ലാമായ അവരുടെ നായകനായ അന്ന് അവരുടെ എല്ലാമായ കക്കയായിരുന്നു അവരുടെ ടീമിനെ നയിച്ചിരുന്നത്. ബ്രസീൽക്കാരുടെ എല്ലാ പ്രതീക്ഷയും കക്കയിലായിരുന്നു. എന്നാൽ മറുഭാഗത്ത് പോർച്ചുഗലിനെ നയിച്ചിരുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആയിരുന്നു. അതെ, ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയായിരുന്നു ആ കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ 17-ാം നമ്പർ ജേഴ്സി ഇട്ടുകൊണ്ട് ക്യാപ്റ്റനായി കളത്തിലേക്ക് ഇറങ്ങിയിരുന്നത്. അതെ, ആവേശവാശി പോലെ നിറഞ്ഞാടുന്ന മത്സരത്തിന് ഏറെ പ്രത്യേകം നൽകുന്നത് കക്കയും ക്രിസ്ത്യാനോ റൊണാൾഡോയും നേർക്കുനേറി ഏറ്റുമുട്ടുന്ന കാര്യം തന്നെയാണ്. മത്സരം ആരംഭിച്ചതും ആദ്യം തന്നെ ഇവിടെ ബ്രസീലിന് അനുകൂലമായ ഒരു ഫ്രീ കിക്ക് ലഭിക്കുന്നുണ്ട്. ബ്രസീൽ താരം അത് നേരിട്ട് പോസ്റ്റിലേക്കാണ് ട്രൈ ചെയ്യുന്നെങ്കിൽ പോലും അത് സാധിക്കുന്നില്ല. അതേശയുടെ ബ്രസീലിന് അനുകൂലമായ ഒരു കോർണർ ലഭിക്കുന്നു. കക്കയുടെ ഷോട്ടാണ്, എന്നാൽ അതൊന്നും ലക്ഷ്യം കാണുന്നില്ല. വീണ്ടും കളി പുനരാരംഭിക്കുന്നു. അതെ, വീണ്ടും ഇവിടെ ബ്രസീലിന്റെ മറ്റൊരു മുന്നേറ്റം കാണാം. എന്നാൽ ഇത്തവണ വളരെ മികച്ച രീതിയിൽ തന്നെ പോർച്ചുഗൽ ഡിഫൻഡർമാർ അതിനെ തടഞ്ഞിടുന്നു. അതേശയുടെ വീണ്ടും ബ്രസീലിന്റെ ഒരു മുന്നേറ്റം, ബ്രസീൽ താരത്തിന്റെ ഷോട്ട്. എന്നാൽ അവിടെ ബ്രസീലിനെ വെല്ലാനാക്കുന്നത് പോർച്ചുഗൽ ഗോൾ കീപ്പറാണ്. പോർച്ചുഗൽ ഗോൾ കീപ്പർ വളരെ മികച്ച രീതിയിൽ തന്നെ അതിനെ തടഞ്ഞിടുന്നു. അതേശം വീണ്ടും അറ്റാക്ക് നിർത്താതെ ബ്രസീൽ ഒരുപാട് മുന്നേറ്റങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുക തന്നെയാണ്. അതെ, ഇവിടെ കക്ക ബോളുമായി വന്ന് ഒരു സോളോ റൺ നടത്തുന്നു, എന്നിട്ട് ഷോട്ട് എടുക്കുന്നു. എന്നാൽ അത് ലക്ഷ്യം കാണാതെ പോസ്റ്റിന്റെ വെളിയിലേക്കാണ് പോകുന്നത്. തുടർന്ന് ഇവിടെ പോർച്ചുഗലിന്റെ ഒരു മുന്നേറ്റം കാണാം. പോർച്ചുഗൽ താരത്തിന്റെ ഒരു ഷോട്ട് വരുന്നു, എന്നാൽ ബ്രസീലിയൻ ഗോൾ കീപ്പർ വളരെ മികച്ച രീതിയിൽ തന്നെ അതിനെ തടഞ്ഞിടുന്നു. വീണ്ടും കളി പുനരാരംഭിക്കുന്നു. വീണ്ടും ഇരു ടീമുകളും ശക്തമായി തന്നെയാണ് കളിക്കുന്നത്. അതെ, ബ്രസീൽ താരത്തിന്റെ ഒരു ഹെഡർ നമുക്ക് തുടർന്ന് ഇവിടെ കാണാം. എന്നാൽ അതും ഒരു ഗോൾ കിക്കിൽ തന്നെയാണ് കലാശിക്കുന്നത്. ഇവിടെ പോർച്ചുഗൽക്ക് അനുകൂലമായി ഒരു കോർണർ ലഭിക്കുന്നു, എന്നാൽ അതൊന്നും ലക്ഷ്യം കാണുന്നില്ല. ഇവിടെ ക്രിസ്ത്യാനോ റൊണാൾഡോയിലൂടെ ഒരു മുന്നേറ്റം, പക്ഷേ ബ്രസീലിയൻ ഡിഫൻഡർ അയാളെ ഫോൾ ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ വീണ്ടും പോർച്ചുഗലിന്റെ ഒരു മുന്നേറ്റം കാണാം. പോർച്ചുഗൽ താരത്തിന്റെ ഷോട്ട്, എന്നാൽ അത് ലക്ഷ്യം കാണാതെ പോസ്റ്റിന്റെ വെളിയിലേക്കാണ് പോകുന്നത്. തുടർന്ന് വീണ്ടും ബ്രസീലിന് മറ്റൊരു മുന്നേറ്റം കാണാം. ബ്രസീലിന് അനുകൂലമായ ഒരു ഫ്രീ കിക്ക് ലഭിക്കുന്നു. കക്കയാണ് കിക്ക് എടുക്കുന്നത്, എന്നാൽ അതൊരു ബ്രസീൽ താരത്തിന് എടുക്കാൻ കഴിഞ്ഞെങ്കിൽ പോലും അയാളെടുത്ത ഷോട്ട് പോസ്റ്റിന്റെ ക്രോസ് ബാറിൽ തട്ടി തിരികെ വരുന്നു. അത് നിർഭാഗ്യം ഒരിക്കൽ കൂടെ ബ്രസീലിനെ വേട്ടയാടിയ ഒരു നിമിഷമായിരുന്നു അത്. അങ്ങനെ മത്സരത്തിന്റെ ആദ്യ പകുതി അവസാനിക്കുന്നു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഇരു ടീമുകളും ഗോളുകളൊന്നും നേടിയിട്ടില്ല. 0-0 എന്ന സ്കോറിൽ തന്നെയാണ് ഇരു ടീമുകളും മത്സരത്തിൽ പിരിയുന്നത്. അതെ, രണ്ടാം പകുതിക്ക് വേണ്ടി ഇരു ടീമും ശക്തമായി തന്നെ വരുന്നു. ബ്രസീലിന്റെ അടച്ചോടെയാണ് കളി ആരംഭിക്കുന്നത്. കളി ആരംഭിച്ച ആദ്യം തന്നെ ഇവിടെ പോർച്ചുഗൽ താരത്തിന്റെ ഷോട്ട് കാണാം, എന്നാൽ അത് ലക്ഷ്യം കാണുന്നില്ല. അതേശയുടെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു സ്കിൽഫുൾ പ്ലേ, പക്ഷെ അതിലൂടെ ഒന്നും വലിയ അപകടം പോർച്ചുഗലിന് സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്നില്ല. വീണ്ടും പോർച്ചുഗൽ താരത്തിന്റെ ഷോട്ട് കാണാം, എന്നാൽ ബ്രസീലിയൻ ഗോൾ കീപ്പർ വളരെ മികച്ച രീതിയിൽ തന്നെ അത് തന്നെ കൈപ്പിടിയിലെത്തുന്നു. അതേശയുടെ പോർച്ചുഗൽ താരത്തിന്റെ മറ്റൊരു ഹെഡർ, എന്നാൽ അതും ലക്ഷ്യം കാണുന്നില്ല. വീണ്ടും പോർച്ചുഗൽ താരം ഒരു ലോങ് റേഞ്ചർ എടുക്കുന്നുണ്ട്. അതെ, പോർച്ചുഗൽ ഗോളിന് ലക്ഷ്യമായി ഒരുപാട് മുന്നേറ്റങ്ങൾ നടത്തുന്നത് നമുക്ക് കാണാം, എന്നാൽ അതെല്ലാം ലക്ഷ്യം കാണാതെ പോസ്റ്റിന്റെ വെളിയിലേക്ക് പോകുന്നത് തന്നെയാണ്. അങ്ങനെ വീണ്ടും കളി പുനരാരംഭിക്കുന്നു. വീണ്ടും ഇരു ടീമുകളും ശക്തമായി തന്നെയാണ് കളിക്കുന്നത്, വിജയമെന്ന ലക്ഷ്യത്തോടെ തന്നെ. ഇവിടെ വീണ്ടും പോർച്ചുഗലിന്റെ ഒരു മുന്നേറ്റം കാണാം, എന്നാൽ ബ്രസീലിയൻ ഗോൾ കീപ്പർ വളരെ മികച്ച രീതിയിൽ തന്നെ അത് തന്നെ ൊതുക്കുന്നു. അതേശയുടെ വീണ്ടും പോർച്ചുഗലിന്റെ മറ്റൊരു മുന്നേറ്റം, അതിലൂടെ മത്സരത്തിന്റെ 81-ാം മിനിറ്റിൽ പോർച്ചുഗൽ മത്സരത്തിൽ ആദ്യ ഗോൾ നേടുന്നു. ഫുട്ബോൾ പ്രേമികളെ ഒന്നടക്കം ആവേശപ്പെടുത്തുന്ന നിമിഷം. അതെ, പോർച്ചുഗൽ ഇത് ആവേശകരമായ മത്സരത്തിൽ ആദ്യ ഗോൾ നേടിയിരിക്കുന്നു. പോർച്ചുഗൽ 1 ബ്രസീൽ 0. ഓരോ ബ്രസീലിയൻ ആരാധകരെയും നിരാശപ്പെടുത്തുന്ന നിമിഷം, പോർച്ചുഗൽ ആരാധകരെ ആവേശപ്പെടുത്തുന്ന നിമിഷം. അതെ, ആ മത്സരത്തിൽ ആദ്യ പോർച്ചുഗൽ തന്നെ ഉയർത്തിയിരിക്കുന്നു. വീണ്ടും കളി പുനരാരംഭിക്കുന്നു. ഇവിടെ പോർച്ചുഗൽക്ക് അനുകൂലമായി വീണ്ടും ഒരു ഫ്രീ കിക്കാണ്. വീണ്ടും പോർച്ചുഗലിന്റെ മറ്റൊരു മുന്നേറ്റം. അതെ, ഒരു ഗോൾ നേടി ആവേശത്തിലിരുന്ന പോർച്ചുഗൽ ആരാധകരും അതുപോലെ ഒരു ഗോൾ വഴങ്ങി തലതാഴ്ത്തിയിരുന്ന ബ്രസീൽ ആരാധകരെ വീണ്ടും നിരാശപ്പെടുത്തി പോർച്ചുഗൽ ആരാധകരെ ആവേശപ്പെടുത്തിയ മത്സരത്തിലെ രണ്ടാമത്തെ ഗോളും തുടർ നിമിഷത്തിൽ തന്നെ വന്നിരിക്കുന്നു. അതെ, ലോക ഫുട്ബോൾ പ്രേമികൾ ആവേശപ്പെടുത്തിയ മത്സരത്തിലെ അവസാന നിമിഷങ്ങളിലേക്ക് മത്സരം കടക്കുമ്പോൾ പോർച്ചുഗൽ രണ്ടാം ഗോളും നേടിയിരിക്കുന്നു.
ഓരോ ഫുട്ബോൾ പ്രേമിയെയും ഒരുപോലെ രോമാഞ്ചപ്പെടുത്തിക്കൊണ്ട്. വീണ്ടും കളി പുനരാരംഭിക്കുന്നു. അതെ, ഇപ്പോഴും 2 ഗോളിന്റെ ലീഡിൽ മുൻപോട്ട് നിൽക്കുന്നത് പോർച്ചുഗൽ തന്നെയാണ്. വീണ്ടും ഇരു ടീമുകളും ശക്തമായി തന്നെ കളിക്കുന്നുണ്ട്. അങ്ങനെ ആവശ്യം ഒരുപോലെ നിറഞ്ഞാടി ആ മത്സരം അവസാനിക്കുമ്പോൾ 2-0 എന്ന സ്കോറിൽ മത്സരത്തിൽ വിജയിക്കുന്നത് പോർച്ചുഗൽ തന്നെയാണ്. ഓരോ ഫുട്ബോൾ പ്രേമിയെയും ആവേശപ്പെടുത്തിക്കൊണ്ട്.